അയാളുടെ കൈവിരൽ ഈ പല്ലിലൂടെ ഇങ്ങനെ നടത്തിയാൽ മതി. യാതൊരു കാരണവശാലും വെള്ളം ഉള്ളിലേക്ക് പോകുന്നത് പൂർണ്ണമായി അയാൾ സൂക്ഷിക്കേണ്ടതാണ്. വലാ യഫ്തഹു അസ്നാനഹു, പല്ല് തുറക്കരുത്. ശ്രദ്ധിക്കണോ, മനസ്സിലാണില്ലേ പറഞ്ഞത്? പല്ല് യാതൊരു കാരണവശാലും തുറക്കരുത്. അല്ല യദ്ഖുലൽ മാഉ ജൗഫഹു, വെള്ളം ഉള്ളിൽ പോകാതിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. പൂർണ്ണ വായ തുറന്ന് പിടിക്കരുത്, പല്ല് തുറന്ന് പിടിക്കരുത്. ഇതെല്ലാം ചെയ്തതിനു ശേഷം ഉളു എടുത്തു കൊടുക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ എന്തൊക്കെ കഴിഞ്ഞു? മനസ്സിലാവണില്ലേ പറഞ്ഞത്? മയ്യത്തിനെ ഇരുത്തിയിട്ട് ഉള്ളിലുള്ളത് മുഴുവൻ പോക്കി, എന്നിട്ട് പിന്നെ ഇടത്തെ കൈ ഉപയോഗിച്ച് അതിന്റെ താഴെ ഭാഗത്തുള്ള ദ്വാരങ്ങൾ അതൊക്കെ ശുദ്ധീകരിച്ചു. എന്നിട്ട് പിന്നെ ഈ ചൂണ്ടുവിരൽ കൊണ്ട് വായും ചെറുവിരൽ കൊണ്ട് മൂക്കും ശുദ്ധീകരിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാൻ? മയ്യത്തിന് ഉളു എടുത്തു കൊടുക്കണം. ഉളു അൻ കാമില, ഒന്നാമതായി മുൻകൈ കഴുകുക. എന്നിട്ട് പിന്നെ മൂക്ക് വായിൽ ഒന്നും കൂടി വെള്ളാക്കുക. അത് പുറത്തെ അകത്തേക്ക് കിടക്കാതെ സൂക്ഷിച്ചുകൊണ്ട് പിന്നെ പൂർണ്ണമായി മുഖം കഴുകുക, പൂർണ്ണമായി കൈ. മനസ്സിലായില്ലേ? എല്ലാം പൂർണ്ണമായി മയ്യത്തിന് ഞാൻ ഉളു ചെയ്തു കൊടുക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് പൂർണ്ണമായി ഉളു ചെയ്തു കൊടുക്കുക. ഉളു അൻ കാമില. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും കുളിപ്പിച്ചിട്ടില്ല. പിന്നെ ചെയ്യേണ്ടത് പിന്നെ തല കഴുകണം. കാര്യമായ കുളി ഇനി വരാൻ പോണ. ഇനി അടുത്ത പരിപാടി ശ്രദ്ധിക്കണില്ലേ പറഞ്ഞത്? ഇതാണ് എന്റെ രീതിയും വൃത്തിയും. അങ്ങനെ തന്നെ ഞാൻ ആ ഭാഗം വായിക്കാണ്. ഇനി ഇത് വെറുതെ ഒരു വയല് പറഞ്ഞിട്ട് അത് വയല് പറഞ്ഞതാണ്, മറ്റേ വയലിൽ ഇങ്ങോട്ട് മാറണ്ടെന്ന് വിചാരിക്കണം. ഞാൻ ആ ഭാഗം തന്നെ അങ്ങനെ തന്നെയാണ് വായിക്കണത്. ആ വിഷയത്തിന്റെ ശറഅ് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ പിന്നെ തല കഴുകുക. ഇപ്പോഴും ശരീരം മൊത്തം വെള്ളം ആക്കിയിട്ടില്ല, കഴുകിയിട്ടില്ല. എന്നിട്ട് തല കഴുകുക. തല കഴുകുക. എന്നിട്ട് താടി കഴുകുക. അതിലൊക്കെ സോപ്പ്, താളി പോലത്തൊക്കെ ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് മടങ്ങുകയുമില്ല. ഇത് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് മടങ്ങില്ല. ഇതിന്റെ പൂർണ്ണമായ ഇത് കഴിയാണ്. ഏത്? തലഭാഗം. മനസ്സിലാവണില്ലേ? ആദ്യമായി തല കഴുകുകയാണ്. തല കഴുകുമ്പോൾ അവിടെ താളി, അതേപോലെ തന്നെ സോപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഉപയോഗിക്കാവുന്ന പിന്നെ ഈ അഴുക്കുകൾ നീക്കിക്കളയാവുന്ന എന്തൊക്കെ ഉപയോഗിക്കാവുന്ന അതൊക്കെ ഉപയോഗിക്കുക. എന്നിട്ട് തല പൂർണ്ണമായി നല്ല ഉരച്ചിട്ട് വൃത്തിയായി കഴുകുക. പിന്നെ താടി കഴുകുക. പിന്നെ താടിയുടെയും മുടിയൊക്കെ ഒന്ന് ചേർപ്പെടുത്ത് വാർന്നു കൊടുക്കുക. അതൊക്കെ വൃത്തിയാക്കും. തലപ്പടത്ത് അത് പ്രത്യേകിച്ച് അതിങ്ങനെ ഒരു വികൃതമായ ശൈലിയിലോ ഒരു വൃത്തിയിലോ നിൽക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പ്രത്യേകമായി ഒന്ന് വാർന്ന് വൃത്തിയാക്കി കൊടുക്കുക. അത് വാരുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല പല്ല അടുപ്പമുള്ള ചെറുപ്പാകരുത്. അത് കുറച്ച് പല്ല അകലുള്ളത്. എന്തുകൊണ്ട്? ഒരിക്കലും മയ്യത്തിന്റെ ശ്രദ്ധിക്കണം കേട്ടോ, ഒരിക്കലും ശ്രദ്ധിക്കുക. മയ്യത്തിന്റെ മുടിയോ മറ്റു താടിരോമങ്ങളോ നീങ്ങിപ്പോകാൻ പാടില്ലാത്തതാണ്. അഥവാ അങ്ങനെ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് സ്വരൂപിക്കുകയും കഫനിലേക്ക് മടക്കുകയും ചെയ്യേണ്ടതാകുന്നു. മയ്യത്തിന് നഖം മുറിച്ചു കൊടുക്കൽ സുന്നത്തില്ല. ചില ഭാഗങ്ങളിൽ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഈ നഖം വെട്ടി കൊണ്ട് കയറുന്ന പരിപാടിയുണ്ട്, സുന്നത്തില്ല. എന്നാൽ നഖത്തിന്റെ ഉള്ളിലുള്ള ഇത്തരം വൃത്തികേടുകൾ പുറത്താക്കി കൊടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കണം. അതൊന്നും സുന്നത്തില്ല. നഖം മുറിച്ചു കൊടുക്കൽ സുന്നത്തില്ല. മയ്യത്തിന്റെ തടിയിൽ ഇങ്ങനെ കത്തി ഉപയോഗിക്കൽ സുന്നത്ത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതുവരെ ജീവിതകാലത്ത് ഖിത്താൻ ചെയ്യാൻ സൗകര്യപ്പെടുത്താത്ത ഒരുത്തനുണ്ടെന്ന് വെക്കൂ. മരിച്ചപ്പോൾ പിന്നെ അവന്റെ ശല്യം ഉണ്ടാവില്ല. അത് മനസ്സിലായില്ല. മാർഗ കല്യാണം, സുന്നത്ത് കല്യാണം ജീവിതത്തിൽ കഴിക്കാൻ ഒരുത്തൻ സമ്മതിച്ചിട്ടില്ല. ഇവൻ മരിച്ചപ്പോൾ ഇവന്റെ ഉൾഭാഗമൊക്കെ പൂർണ്ണമായി കുളിപ്പിച്ച് ശരിപ്പെടുത്തേണ്ട ഘട്ടവും വന്നു. അപ്പോൾ പിന്നെ എങ്കിൽ പിന്നെ കത്തിരിയെടുത്തിട്ട് ആ സുന്നത്ത് കല്യാണം ആദ്യം നടത്തുന്ന പരിപാടി ഇല്ല. ആ പ്രവർത്തനം ഹറാമാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് വെള്ളം കയറിയില്ലെങ്കിൽ അതിന് പകരം തയമ്മം ചെയ്യുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? മയ്യത്തിന് നഖം വെട്ടി കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. മയ്യത്തിന് നഖത്തിന്റെ ഉള്ളിൽ ചളിയുണ്ടെങ്കിൽ അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലായില്ലേ, അതൊക്കെ അങ്ങോട്ട് നീക്കി കൊടുക്കുക. എന്നിട്ട് ഇത് വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ഈ താടി രോമങ്ങളോ മുടിയുടെ രോമങ്ങളോ കൊഴിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ കൊഴിഞ്ഞു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് മയ്യത്തിന്റെ കഫനിലേക്ക് മടക്കുകയും ചെയ്യേണ്ടതാകുന്നു. മനസ്സിലായില്ലേ മോമിനിങ്ങളെ? വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ വൃത്തിയായി വളരെ ഭംഗിയായി ചീവിക്ക് വെച്ചു കൊടുക്കുക. എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഫനിലേക്ക് മടക്കുക. അവനോടുകൂടെ അതിനെ മറവ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ഇക്റാമൻ ലഹു. എന്നിട്ട് അത് കഴിഞ്ഞു. ഇനിയാണ് ബാക്കിയുള്ള പ്രധാനപ്പെട്ട കുളി. പിന്നെ വലഭാഗത്ത് വെള്ളമൊഴിക്കുക, പിന്നെ ഇടഭാഗത്ത് വെള്ളമൊഴിക്കുക. എന്നിട്ട് പിന്നെ
അതിനുശേഷം ഇടഭാഗത്തിലേക്ക് ചെരിച്ചു കിടത്തുക. ഇരുഭാഗത്തേക്ക് ആദ്യം വലഭാഗം കഴുകുക, പിന്നെ ഇടഭാഗം കഴുകുക. പിന്നെ നോക്കൂ, ഓരോ ഭാഗത്തും ശ്രദ്ധിക്കണം. ഓരോ ഭാഗത്തും മയ്യത്തിനൊക്കെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ഭാഗത്തും 3 തവണ സോപ്പെത്തൽ വളരെ അത്യാവശ്യമാണ്. സോപ്പെത്തുകയും ആ സോപ്പിനെ കളയുന്ന വിധത്തിൽ 1 തവണ വെള്ളം ഒഴിക്കുകയും പിന്നെ അവസാനമായി കർപ്പൂരമുള്ള വെള്ളം അവസാനം ഉപയോഗിക്കുകയും വേണം. അതിന് ഏറ്റവും നല്ലൊരു വിധം ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. മയ്യത്തിന്റെ വലഭാഗം കഴുകുക. എന്ത് ചെയ്യുക? അതിനെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് സോപ്പ് ഉപയോഗിക്കുക. എന്നിട്ട് നോക്കൂ നിങ്ങൾ, എന്നിട്ട് അതിന്റെ മേലെ വെള്ളം ഉപയോഗിക്കുക. ഇപ്പോൾ 1 തവണ, മനസ്സിലായില്ല, 1 തവണ വെള്ളം ഉപയോഗിച്ചു, സോപ്പ് ഉപയോഗിച്ചു, വീണ്ടും സോപ്പ് ഉപയോഗിക്കുക, വെള്ളം ഉപയോഗിക്കുക, വീണ്ടും സോപ്പ് ഉപയോഗിക്കുക, വെള്ളം ഉപയോഗിക്കുക. അങ്ങനെ വലഭാഗവും ഇടഭാഗവും, പിന്നെ ഇടഭാഗത്തേക്ക് ചെരിച്ച് കിടത്തി കീഴേ വലഭാഗത്തേക്ക് ചെരിച്ച് കിടത്തി കീഴേ ഇടഭാഗവും ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു സ്ഥലത്ത് എത്ര തവണ വന്നിട്ടുണ്ട്? 3 തവണ സോപ്പും വന്നു, 3 തവണ സോപ്പ് കഴുകാനുള്ള വെള്ളവും വന്നു. ഞാൻ ചുരുക്കിയ വിഷയം അങ്ങോട്ട് പറയാണ്. ഇനി എല്ലാത്തിനും ശേഷം 3 തവണ കർപ്പൂരമിട്ട വെള്ളം, അത് ഏറ്റവും അഫ്ളലായത്. അവസാന ഭാഗത്തേക്ക് ഒന്നായിട്ട് ഏറ്റവും നല്ല വെള്ളം, കർപ്പൂരമിട്ട വെള്ളം അവസാനം എല്ലാ ഭാഗത്തേക്കും 3 തവണ ഒഴിക്കാവുന്ന വിധത്തിൽ പിന്തിപ്പിക്കലാണ് ഏറ്റവും സുഖകരവും ഏറ്റവും വൃത്തിയുള്ളതുമായ രീതി. അതാണ് അഫ്ളൽ. മനസ്സിലായില്ല മുഅ്മിനീങ്ങളെ? എല്ലാ ഭാഗവും സോപ്പ് ഉപയോഗിച്ച് കഴുകുക, എന്നിട്ട് വെള്ളം ഉപയോഗിക്കുക, ഈ ഭാഗത്തും, എന്നിട്ട് ഇടഭാഗത്തേക്ക് ചിരിച്ചു കടത്തി ഈ വലഭാഗവും, അതേപോലെ വലഭാഗത്തേക്ക് ചിരിച്ചു കടത്തി ഇടഭാഗവും കഴുകുക. ഓരോ ഭാഗത്തും 3 തവണ സോപ്പ് എത്തുകയും, അഥവാ സോപ്പ് ഉപയോഗിക്കുക, എന്നിട്ട് ആ സോപ്പ് കൊണ്ട് വരച്ച് വൃത്തിയാക്കിയതിന് ശേഷം രണ്ടാമതായി വെള്ളം ഒഴിക്കുക. വീണ്ടും അവിടെ തന്നെ സോപ്പ് ഉപയോഗിക്കുക, വീണ്ടും ആ സോപ്പിനെ നീക്കി കളയാൻ വെള്ളം ഉപയോഗിക്കുക, വീണ്ടും സോപ്പ് ഉപയോഗിക്കുക. എന്നിട്ട് മനസ്സിലായി, അപ്പൊ ഓരോ സ്ഥലത്തും 3 തവണ സോപ്പ് ഉപയോഗിക്കുകയും സോപ്പിനെ നീക്കിക്കളയുന്ന വെള്ളം ഉപയോഗിക്കുകയും വേണം. അപ്പോൾ ഏകദേശം ഒരു സ്ഥലത്ത് 6 കഴുകലെങ്കിലും വന്നു ചേരും. മനസ്സിലായി? 6 തവണയെങ്കിലും 6 തവണ ശ്രദ്ധിക്കണം 6 തവണയെങ്കിലും വന്നു ചേർന്നിട്ടുണ്ടാവും. വെള്ളം ഒഴിച്ചു, എന്നിട്ട് സോപ്പ് ഉപയോഗിച്ചു, എന്നിട്ട് ആ സോപ്പിനെ നീക്കിക്കളയാൻ വേണ്ടി വെള്ളം ഉപയോഗിച്ചു, പിന്നെയും സോപ്പ് ഉപയോഗിച്ചു, വെള്ളം ഉപയോഗിച്ചു, പിന്നെയും സോപ്പ് ഉപയോഗിച്ചു, വെള്ളം ഉപയോഗിച്ചു. ഏകദേശം 6 തവണ ഈ പ്രവർത്തനം വന്നിട്ടുണ്ടാവും. 6 തവണ വരും. എന്തുകൊണ്ടെന്നാൽ 3 തവണ സോപ്പ് ഉപയോഗിക്കുകയും 3 തവണ വെള്ളം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. 6 തവണ വന്നിട്ടുണ്ട്. ഇനി അവസാനമായ തവണ 3 തവണയായി പൂർണ്ണമായി വെള്ളം, കർപ്പൂരത്തിന്റെ വെള്ളം പൂർണ്ണമായി അവസാനമായി ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ല ശൈലി. കർപ്പൂരത്തിന്റെ വെള്ളം ഇടയിൽ ചെയ്യുകയും ചെയ്യാം. ഏറ്റവും അവസാനമായത് ആവലാണ് ഏറ്റവും നല്ല വിധി, ഏറ്റവും നല്ല അഭിപ്രായം. അവസാനത്തെ വെള്ളം പൂർണ്ണമായി ഈ കർപ്പൂരത്തിന്റെ വെള്ളം ഉപയോഗിച്ച് പൂർണ്ണമായി ശുദ്ധീകരിക്കുക. എല്ലാം കഴുകിയതിനു ശേഷം ഇനി വല്ലതും പുറപ്പെട്ടാൽ, എന്തെങ്കിലും പുറപ്പെട്ടാൽ വജബ ഇസാലത്തു, അതിനെ നീക്കം ചെയ്യൽ മാത്രമേ ആവശ്യമാവുകയുള്ളൂ. ശ്രദ്ധിക്കുക. പറഞ്ഞത് മനസ്സിലായില്ലേ മോമിനിങ്ങളെ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ രൂപത്തിൽ വെള്ളവും സോപ്പ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തെ 3 തവണയെങ്കിലും ഇതുപോലെ കഴുകുകയും അതുപോലെ പിന്നെ നീക്കിക്കളയുകയും ചെയ്യുന്ന ശൈലി വരും. അപ്പൊ ഏകദേശം 180 പ്രാവശ്യം കഴുകിൽ പൂർണ്ണമായി വന്നു ചേരും. ഒരു ഭാഗത്തേക്ക് വെള്ളം ഉപയോഗിക്കൽ വരും. അവസാനമായി 3 തവണ എല്ലാം 3 പ്രാവശ്യമാക്കൽ സുന്നത്താണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കഫന്റെ വസ്ത്രത്തെ പുകപ്പിക്കണം. ആ പുകപ്പിക്കൽ പോലും 3 പ്രാവശ്യമായി ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, ഫജമ്മിറു സലാസ. അത് വെള്ളത്തിന്റെ താടിയും മുടിയും നന്നാക്കുന്നിടത്തും അവസാന ഭാഗത്തെ ഇതുപോലെ കർപ്പൂരത്തിന്റെ വെള്ളം ഉപയോഗിക്കേണ്ടതാണ്. വാർന്നു വെച്ചതിന് ശേഷം ഇനി അതിലേക്ക് മടങ്ങുന്ന ഒരു പ്രശ്നം ഇല്ല. ഇങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതൊക്കെ വാർന്ന് വൃത്തിയാക്കി വെച്ചു. പക്ഷെ ആ വൃത്തിയാക്കുന്നതിന് മുമ്പ് അവിടെ ശുദ്ധീകരിക്കേണ്ടടുത്ത് കർപ്പൂര വെള്ളം അവിടെയും ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ അതിനുശേഷം കഴുത്തിൽ അങ്ങോട്ട് താഴേക്ക് വരുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ മോമിനിങ്ങളെ? തലയുടെ ഭാഗ്യം ആദ്യം തീർത്ത് വെച്ചു, ഇനി തലയിലേക്ക് മടങ്ങുന്ന വിഷയമില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അത് ആദ്യമായി വാർന്നൊക്കെ വൃത്തിയാക്കി വെക്കണമെന്ന് ആദ്യമായി പറഞ്ഞത്. എന്നിട്ട് അവിടെയും അവസാനമായി ഉപയോഗിക്കുന്നത് കർപ്പൂരത്തിന്റെ വെള്ളമാണ്. പിന്നെ പൂർണ്ണമായി ഇത്തരം കഴുകിയതിനു ശേഷം കർപ്പൂരത്തിന്റെ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ സുഗന്ധദ്രവ്യം ഉപയോഗിച്ച വെള്ളം കൊണ്ട് അവസാനമായി പൂർണ്ണമായി ഒന്നിച്ച് കഴുകുകയും ചെയ്യാം. ഹബീബ റസൂലുള്ളാഹിന്റെ ഒരു ശൈലി പറഞ്ഞുതരാം. അനുമ്മി അത്തയ്യത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ദഖല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ശൈലി പറയാം. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ പ്രഗൽഭമായ ഒരു ഹദീസ്.
عن أم عطية الأنصارية رضي الله عنها قالت دخل علينا رسول الله صلى الله عليه وسلم حين توفيت ابنته زينب